അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗം 2ാം വർഷ EDS വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ മായാദേവി, കൊല്ലം ജില്ലയിലെ ജയജ്യോതി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ EDS വിഭാഗം അധ്യാപികയാണ്. ഡൊമസ്റ്റിക് അപ്ലയൻസസ് സർവീസിംഗ് എന്ന 2ാമത്തെ യൂണിറ്റിലെ ഇലക്ട്രിക് അയൺ, വാട്ടർ ഹീറ്റർ എന്നീ ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ പൊതുവായിട്ട് മോട്ടറുള്ള ഉപകരണങ്ങൾ, ഹീറ്റിംഗ് ഉപകരണങ്ങൾ എന്ന് 2ആയി തിരിച്ചിട്ടുണ്ട്. മോട്ടറുള്ള ഉപകരണങ്ങൾ നിങ്ങൾക്കറിയാം. ഫാൻ, മിക്സി, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, ഇതിലെല്ലാം വിവിധ തരം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവയെക്കുറിച്ച് വിശദമായി നിങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് അയണിനെ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടിയെക്കുറിച്ചും വാട്ടർ ഹീറ്ററിനെ കുറിച്ചുമാണ്. അവയുടെ കൺസ്ട്രക്ഷൻ, അവയുടെ പ്രവർത്തന തത്വം, അവയ്ക്കുണ്ടാകുന്ന തകരാറുകൾ, അവയുടെ പരിഹാരങ്ങൾ, ഈ ഹീറ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇസ്തിരിപ്പെട്ടിയുടെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന കോപ്പർ കൊണ്ട് നിർമ്മിച്ച തടിയുടെ പിടിയുള്ള ഇസ്തിരിപ്പെട്ടിയാണ്. അതിനകത്ത് നമ്മൾ കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. നമ്മൾ കരി ചിരട്ട ചൂടാക്കി കരി എടുക്കുന്നു. ആവശ്യത്തിന് കരി ഹാൻഡിൽ ഉയർത്തി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അതടച്ച് അയൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ തന്നെ ചൂട് നിയന്ത്രിച്ച് അയൺ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ തുണികൾ കേടായിപ്പോവും. അത് മാനുവൽ ആണ് ആയിട്ട് തന്നെ നമ്മൾ ചൂടിനെ നിയന്ത്രിക്കണം. അപ്പോൾ ആദ്യം നമ്മളത് ചൂട് കൂടുതലാണെങ്കിൽ കട്ടി കൂടിയ തുണികൾ, കോട്ടൺ തുടങ്ങിയൊക്കെ ഉപയോഗിക്കുക. സിൽക്ക് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ചൂട് കുറയുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വിവിധതരം ഇലക്ട്രിക് അയണുകളെക്കുറിച്ചും ഹീറ്ററിനെ കുറിച്ചും നമുക്കിനി വിശദമായി പഠിക്കാം. The heating effect of electric current is utilized in the working of electrical heating appliances. ഇലക്ട്രിക് അയണിലും കെറ്റിൽ, ടോസ്റ്റർ തുടങ്ങിയ എല്ലാ ഹീറ്റിംഗ് ഉപകരണങ്ങളിലും ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു തെർമൽ ഹീറ്റ് എനർജി. 1 ആംപിയർ കറണ്ട് 6 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു ഹീറ്റിംഗ് എലമെന്റിലൂടെ T സെക്കൻഡ് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി H = I²RT ആയിരിക്കും. ഈ ഇക്വേഷനെയാണ് നമ്മൾ ജൂൾസ് ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. There are basically 2 types of electric irons, automatic and non-automatic iron. നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പ് ഇലക്ട്രിക് അയണുകൾ എന്ന് പറയുന്നത് നോൺ ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക്കും ആണ്. അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണിന്റെ പടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇവയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ അല്ലെങ്കിൽ മാനുവൽ അയണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ ഓൺ ആകുമ്പോൾ ചൂടാകുന്ന ബേസ് പ്ലേറ്റ് ആണ് സോൾഡ് പ്ലേറ്റ്. ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സർഫസ് കൊണ്ടാണ് നമ്മൾ തുണികൾ അയൺ ചെയ്യുന്നത്. അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ആണ് സോൾഡ് പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സോൾഡ് പ്ലേറ്റിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കാനായി സ്മൂത്ത് ആക്കാനും വേണ്ടി ക്രോമിയം പ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ക്രോമിയം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രഷർ പ്ലേറ്റ് ഹീറ്റിംഗ് എലമെന്റിനെ സോൾഡ് പ്ലേറ്റിൽ പ്രഷർ കൊടുത്ത് എയർ ടൈറ്റ് ആക്കി വെച്ചിരിക്കുന്നു. എല്ലാ ഹീറ്റിംഗ് ഉപകരണങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഹീറ്റിംഗ് എലമെന്റ് ആണ്. നിക്രോം വയറാണ് എല്ലാ ഹീറ്റിംഗ് ഉപകരണങ്ങളിലും ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.
നിക്രോം ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, നിക്രോമിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, ഉയർന്ന താപത്തിലും നിക്രോം മെൽറ്റ് ചെയ്യാതെ നിൽക്കുന്നു. നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അലോയി ആണ് നിക്രോം. നിക്കൽ 80%, ക്രോമിയം 20%മാണ് ഈ അലോയിൽ ഉള്ളത്. നിക്രോം വയറിന് മെക്കാനിക്കൽ സ്ട്രെങ്തും വളരെ കൂടുതലാണ്. ചിത്രത്തിൽ നിങ്ങൾ എലമെന്റ് ശ്രദ്ധിക്കുക. മൈക്ക കഷ്ണത്തിനുമേൽ നിക്രോം വയർ ചുറ്റിയ ശേഷം മൈക്ക കൊണ്ട് മൂടി ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഇൻസുലേറ്റർ ആണ്. ചൂട് തട്ടിയാൽ തകരാറുണ്ടാകാത്ത വസ്തുവാണ് മൈക്ക. ചില അയണുകൾ പോർസലൈൻ നിറച്ച പൈപ്പിനുള്ളിൽ എയർ ടൈറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഇതിന്റെ പവർ റേറ്റിംഗ് 450 വാട്ട്സ് മുതൽ ലഭ്യമാണ്. പ്രഷർ പ്ലേറ്റ് ക്രോമിയം പ്ലേറ്റ് ചെയ്ത കേസ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കറണ്ട് പ്രവഹിക്കാത്ത, താപം കടത്തിവിടാത്ത എബണൈറ്റ് കൊണ്ടാണ് ഇതിന്റെ ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. തന്മൂലം നമുക്ക് ഷോക്കിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എലമെന്റ് അല്പം പോലും പുറത്തേക്ക് തള്ളി നിൽക്കാതെ, വായു സമ്പർക്കമില്ലാതെ സോൾ പ്ലേറ്റിനുമേൽ പ്രഷർ പ്ലേറ്റ് നന്നായി ടൈറ്റ് ചെയ്തിരിക്കും. അയണുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സർവീസ് കോഡ് 3 കോർ കോഡ് വയർ ആണ്. കോട്ടൺ കവറിംഗ് ഉള്ള ഈ കോഡ് വയർ ഷോക്ക് അടിക്കാതിരിക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കും. സർവീസ് കോഡിന്റെ രണ്ടറ്റങ്ങളും എലമെന്റ് അറ്റങ്ങളും യോജിക്കുന്ന ഭാഗത്ത് കറണ്ട് ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ പോർസലൈൻ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ഓഫ് നോൺ ഓട്ടോമാറ്റിക് അയൺ. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി തെർമോസ്റ്റാറ്റ് സ്വിച്ച്. നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എലമെന്റിലേക്ക് കറണ്ട് പ്രവഹിക്കുന്നു. കറണ്ട് പ്രവഹിക്കുന്നതിനനുസരിച്ച് ഹീറ്റിംഗ് എലമെന്റ് ചൂടാകുന്നു. ചൂടാകുന്ന ഹീറ്റിംഗ് എലമെന്റിന്റെ ചൂടിനനുസരിച്ച് നമ്മൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ഉപയോഗിക്കണം. യൂസർ ഹാസ് ടു സ്വിച്ച് ഓൺ ഓർ ഓഫ് ദ സപ്ലൈ ടു അയൺ ബോക്സ് അക്കോർഡിംഗ് ടു ദ ഹീറ്റ് റിക്വയർമെന്റ്. നമുക്ക് ആവശ്യത്തിനുള്ള ഹീറ്റ്, ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ അയൺ ചെയ്യാൻ എടുത്തിരിക്കുന്നത്, ആ മെറ്റീരിയൽ നമ്മൾ താങ്ങാൻ പറ്റുന്ന ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ സൈഡിൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുണികൾക്ക് ചൂട് കൂടി കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട അയണാണ് നോൺ ഓട്ടോമാറ്റിക് അയൺ. ഇത് സാധാരണയായി ഇപ്പോൾ നമ്മുടെ വീടുകളിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക് അയൺ തന്നെയാണ് നമ്മുടെ വീടുകളിൽ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് അയൺ. നിങ്ങൾ നോൺ ഓട്ടോമാറ്റിക് അയൺ ഉപയോഗിക്കുന്നവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓട്ടോമാറ്റിക് അയൺ തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം പഴയ കരി ഇട്ട് ഉപയോഗിക്കുന്ന അയൺ പോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും ഈ അയണിന്റെ കാര്യത്തിൽ. There is no pilot lamp to point out the temperature condition whether it is within the limit or not. ടെമ്പറേച്ചർ ലിമിറ്റ് നമ്മൾ തന്നെ അത് അസസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് താങ്ങാൻ പറ്റുന്ന ചൂട് ഓഫ് ചെയ്യുക. ചൂടായി എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. വീണ്ടും ആവശ്യമുള്ളപ്പോൾ തണുക്കുമ്പോൾ ഓൺ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അയണാണ് നോൺ ഓട്ടോമാറ്റിക് അയൺ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് അയൺ നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധിക്കുക. In an automatic iron, a bimetal thermostat is fitted to adjust the temperature for different flows. ഈ ഓട്ടോമാറ്റിക് അയണിൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ബയോമെറ്റൽ സ്ട്രിപ്പ് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഹാൻഡിലിൻ്റെ അടിഭാഗത്തായിട്ടൊരു റൊട്ടേറ്റിംഗ് നോബുണ്ട്. അതിനകത്ത് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ പേരിനോട് ചേർന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ അത്രയും ചൂട് എത്തിക്കഴിഞ്ഞാൽ എലമെന്റിലേക്കുള്ള സപ്ലൈ തെർമോസ്റ്റാറ്റ് കട്ടാക്കുന്നു. ഈ തെർമോസ്റ്റാറ്റ് ഒരു ബയോമെറ്റൽ സ്ട്രിപ്പാണ്. ഇത് ചൂടാകുമ്പോൾ വികസിക്കുകയും ഇത് ബെൻഡ് ചെയ്തിട്ട് എലമെന്റിലേക്കുള്ള സപ്ലൈ ഓഫ് ആക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ സൈഡിലെ ചുമന്ന ലൈറ്റ് അണയുന്നത് കാണാൻ പറ്റും.
വീണ്ടും തണുക്കുമ്പോൾ ഈ ബൈമെറ്റൽ സ്ട്രിപ്പ് കോണ്ടാക്റ്റിൽ വരികയും തന്നെത്താനെ തന്നെ ഇത് ഓണായി ആവശ്യത്തിന് ചൂടെടുക്കുകയും ചെയ്യും. അപ്പം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചൂടിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ഉള്ളതിനാൽ നമുക്ക് വളരെയധികം സഹായമാണ്. As the desired temperature of thermostat opens and cuts off the supply. അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് സപ്ലൈ കട്ട് ഓഫ് ആക്കുന്നു. വെൻ കൂൾഡ് ഇറ്റ് റീസെറ്റ് ഓട്ടോമാറ്റിക്കലി. കൂൾ ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും റീസെറ്റ് ആകുകയും തണുത്ത് വരുമ്പോൾ വീണ്ടും സപ്ലൈ എലമെന്റിലേക്ക് പോവുകയും ചെയ്യും. An indicator lamp is there which glows when the heating element is on. ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് ഹീറ്റിംഗ് എലമെന്റ് ഓൺ ആയിരിക്കുന്ന സമയമെല്ലാം ലൈറ്റ് കത്തിയിരിക്കും. ഒരു ശബ്ദത്തോടു കൂടി ഇത് ഓഫ് ആകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഓട്ടോമാറ്റിക് ആയതിന്റെ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് സി എന്ന് കാണിച്ചിരിക്കുന്നത് ഹീറ്റിംഗ് എലമെന്റ് ആണ്. യു ആകൃതിയിലുള്ള ലോഹക്കുഴലിനകത്ത് പോർസലൈൻ പൗഡർ നിറച്ചിട്ടാണ് ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. നോൺ ഓട്ടോമാറ്റിക് അയൺ പോലെ തന്നെ ഹീറ്റിംഗ് എലമെന്റ് നിക്രോം വയറാണ്. നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അലോയിയായ നിക്രോം തന്നെയാണ് ഇവിടെയും ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എബണൈറ്റ് ഹാൻഡിലാണ്. എബണൈറ്റ് എന്ന വസ്തു കൊണ്ട് തന്നെയാണ് അത് നോൺ ഓട്ടോമാറ്റിക് അയണിന്റെ പോലെ തന്നെ ഇത് കണ്ടക്ടർ അല്ല, ചൂടിനെയും വൈദ്യുതിയെയും കടത്തിവിടാത്ത വസ്തു ആണ്. ബി ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ ഹീറ്റിംഗ് എലമെന്റിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സപ്ലൈ ഓൺ ആകുന്നതും ഓഫ് ആകുന്നതും നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ലൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഇത് സപ്ലൈ കട്ടാക്കുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡി ആണ് സോൾ പ്ലേറ്റ്. നമ്മൾ അയൺ ചെയ്യുന്ന സർഫസ് ആണ് സോൾ പ്ലേറ്റ്. ഇതും നോൺ ഓട്ടോമാറ്റിക് അയൺ പോലെ തന്നെയാണ്. ഈ ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഓട്ടോമാറ്റിക് ഉപകരണങ്ങളിലും ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കാറുണ്ട്. എഫ് എന്ന് പറയുന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കുക. എഫ് ടെമ്പറേച്ചർ കൺട്രോൾ നോബ്. നമ്മൾ ഹാൻഡിലിന്റെ അടിഭാഗത്തായിട്ടുള്ള ഒരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബാണിത്. ഇത് തിരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഹീറ്റിംഗ് എലമെന്റിന്റെ 750 മുതൽ 1000 വാട്ട് വരെ പവർ റേറ്റിംഗ് ആണുള്ളത്. ഇലക്ട്രിക് അയണിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾക്ക് വീണ്ടും കണ്ട് മനസ്സിലാക്കാം. സോൾ പ്ലേറ്റ്, ആദ്യം കാണുന്നത് സോൾ പ്ലേറ്റ് ആണ്. അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ്, കവർ, ഹീറ്റിംഗ് ട്യൂബ്, ഹാൻഡില്, ഇവയെല്ലാം നിങ്ങൾ ചിത്രത്തിൽ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. ഒരു ഇലക്ട്രിക് അയൺ ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഡിസ്മാൻഡിൽ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നമുക്ക് ഹീറ്റിംഗ് എലമെന്റ്, തെർമോസ്റ്റാറ്റ് തുടങ്ങിയവ കാണാൻ പറ്റും. ഹീറ്റിംഗ് എലമെന്റ് തകരാറ്, തെർമോസ്റ്റാറ്റ് തകരാറൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്മാൻഡിൽ ചെയ്ത് ഇവ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. വീഡിയോ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിനകത്ത് യു ഷേപ്പിൽ കാണുന്ന ഹീറ്റിംഗ് എലമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിക്രോം ഹീറ്റിംഗ് എലമെന്റ് ആണ് യു ഷേപ്പിലുള്ളത്. ഇത് തെർമോസ്റ്റാറ്റിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. യു ഷേപ്പുള്ള ഹീറ്റിംഗ് എലമെന്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹീറ്റിംഗ് എലമെന്റിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെർമോസ്റ്റാറ്റ് ഉണ്ട്. തെർമോസ്റ്റാറ്റിലെ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും വഴി നമുക്ക് ടെമ്പറേച്ചർ വ്യതിയാനം വരുത്താൻ പറ്റും. നിശ്ചിത ചൂട് എത്തിക്കഴിയുമ്പോൾ ബൈമെറ്റൽ സ്ട്രിപ്പ് ബെൻഡ് ചെയ്ത് സപ്ലൈ കട്ടാക്കുന്നു. ഹാൻഡിലിനെ
താഴെയുള്ള നോബ് തിരിച്ച് നമുക്ക് തെർമോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രൂ ടൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. ഇലക്ട്രിക് അയണിനുണ്ടാകുന്ന തകരാറുകളും പരിഹാരങ്ങളും നമുക്ക് പഠിക്കാം. നോ ഹീറ്റ്, അയൺ ചൂടാകുന്നില്ല. ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. നോ പവർ, ഡിഫക്റ്റീവ് കോഡ് ഓർ പ്ലഗ്, കോഡ് വയർ തകരാറ്, പ്ലഗ് തകരാറ്, ലൂസ് ടെർമിനൽ കണക്ഷൻസ്. ഇതിന്റെ ടെർമിനൽ കണക്ഷൻസ് ലൂസായി പോവുകയോ കണക്ഷൻ വിട്ടുകിടക്കുകയോ ചെയ്താൽ സപ്ലൈ കിട്ടുകയില്ല. ബ്രോക്കൺ ലീഡ് ഇൻ അയൺ, അയണിന്റെ ലീഡ്സ് പൊട്ടിപ്പോയിരിക്കുന്നു. ലൂസ് തെർമോസ്റ്റാറ്റ് കൺട്രോൾ നോബ്, തെർമോസ്റ്റാറ്റിൻ കൺട്രോൾ നോബ് ടൈറ്റായി അതിൽ സെറ്റിംഗ്സിൽ കോണ്ടാക്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അയൺ ചൂടാകത്തില്ല. ഡിഫക്റ്റീവ് തെർമോസ്റ്റാറ്റ്, തെർമോസ്റ്റാറ്റിന്റെ തകരാറ്. ഡിഫക്റ്റീവ് ഹീറ്റർ എലമെന്റ്, എലമെന്റിന് തകരാറുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ എലമെന്റ് കരിഞ്ഞു പോയിരിക്കുന്നു, ഓപ്പൺ ആയിപ്പോയി, കണക്ഷൻ വിട്ട് കിടക്കുകയാണ്. ഓപ്പൺ ടെർമിനൽ ഫ്യൂസ്. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് അയൺ സപ്ലൈ ഓൺ ചെയ്താലും നമുക്ക് ചൂട് കിട്ടുകയില്ല. ഇതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ പിന്നെ കൂടുവയർ തകരാറാണെങ്കിൽ നമ്മൾ അതിനെ റിപ്പയർ ചെയ്യാൻ ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. കൂടുവയർ കോട്ടൺ കവറിംഗ് ഉള്ള കൂടുവയറാണ് ഉപയോഗിക്കുന്നത്. അത് ഇൻസുലേഷൻ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അയണിന് പവർ റേറ്റിംഗ് വളരെ കൂടുതലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുവയർ തകരാറുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കൂടുവയർ കുറെ നാളാകുമ്പോൾ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ടെർമിനൽ കണക്ഷൻസ് ലൂസ് ആണെങ്കിൽ ടെർമിനൽ കണക്ഷൻസ് ടൈറ്റൻ ചെയ്യുക. ബ്രോക്കൺ ലീഡ് ഇൻ അയൺ, അയണിന്റെ ലീഡ്സ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുക. തെർമോസ്റ്റാറ്റ് കൺട്രോൾ നോബ് ക്ലീൻ ചെയ്ത് ടൈറ്റൻ ചെയ്യുക. തെർമോസ്റ്റാറ്റ് തകരാറുള്ളതാണെങ്കിൽ അവയെ നമുക്ക് റീപ്ലേസ് ചെയ്യുക. ഹീറ്റിംഗ് എലമെന്റിന്റെ തകരാറിന് വേണ്ടിയിട്ട് റീപ്ലേസ് ദ എലമെന്റ് ഈസ് റീപ്ലേസ് സോൾപ്ലേറ്റ് അസംബ്ലി, സോൾപ്ലേറ്റ് അസംബ്ലി ഉൾപ്പെടെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. നമുക്ക് അയൺ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂട് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ ചൂട് നമ്മൾ ലോ വോൾട്ടേജ് കൊണ്ടുവരാം. തെർമോസ്റ്റാറ്റ് സെറ്റിങ്ങിന്റെ തകരാറ് കൊണ്ടുവരാം. അപ്പം നല്ല ഈ ഹീറ്റിംഗ് ഉപകരണങ്ങളൊക്കെ വളരെയധികം പവറുള്ള ഉപകരണങ്ങളായതുകൊണ്ട് ലോ വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സന്ധ്യസമയത്തൊക്കെ നമ്മൾ അയൺ എടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടിയ കറണ്ട് എടുക്കും. പവർ റേറ്റിംഗ് കൂടിയ ഉപകരണങ്ങൾ ലോ വോൾട്ടേജിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ കൂടിയ കറണ്ട് എടുക്കും. പവർ പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആണ്. അയൺ ആയതുകൊണ്ട് പവർ പി വി ഐ ആണ്. അതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പം ഒരു നിശ്ചിത പവറുള്ള ഉപകരണം കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൂടിയ കറണ്ട് എടുക്കും. അതുപോലെ തന്നെ ലോ വോൾട്ടേജിൽ ഇതിന്റെ ചൂട് കുറയുകയും ചെയ്യും. ഇൻകറക്റ്റ് തെർമോസ്റ്റാറ്റ് സെറ്റിംഗ്. അപ്പം തെർമോസ്റ്റാറ്റ് സെറ്റിംഗ് കറക്റ്റ് ആക്കി വെക്കുക. അയൺ അമിതമായി ചൂടാകുന്നു. ഡിഫക്റ്റീവ് തെർമോസ്റ്റാറ്റ്, തെർമോസ്റ്റാറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ടിയേഴ്സ് ക്ലോസ്, ക്ലോത്ത്സ് നശിക്കാനുള്ള കാരണം നമ്മൾ അയൺ ചെയ്യുന്ന സർഫസായ സോൾ പ്ലേറ്റിൽ എന്തെങ്കിലും അഴുക്കോ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തുണികൾ കീറാൻ ഇടയാകും. ഫൈൻ എമറി പേപ്പർ ഉപയോഗിച്ച് ഈ സർഫസ് ക്ലീൻ ചെയ്യുക. അയൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുന്നില്ല. തെർമോസ്റ്റാറ്റ് കോണ്ടാക്ട്സ് ആർ വെൽഡഡ് ടുഗദർ. ഓപ്പൺ ദം ബൈ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോണ്ടാക്റ്റിനെ ഫോഴ്സ് ഉപയോഗിച്ച് വേർപെടുത്തേണ്ടതാണ്. ഇലക്ട്രിക് അയണിൽ ഉപയോഗിക്കുന്ന കോഡ് വയർ 3 കോർ കോഡ് വയർ ആണ്. അതിന് അഡീഷണൽ കോട്ടൺ കവറിംഗ് ഉള്ള കോഡ് വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചൂടായ സോൾ പ്ലേറ്റിൽ വയർ തട്ടാനിടയായാൽ ഇൻസുലേഷൻ തകരാറുണ്ടായി ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് നമ്മൾ കോട്ടൺ കവറിംഗ് ഉള്ള കോഡ് വയർ അയണിൽ ഉപയോഗിക്കുന്നത്. ഇത് ലൂസ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ടൈറ്റൻ ചെയ്യുക. ഏതെങ്കിലും വയറുകൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. സോൾ പ്ലേറ്റ് ഡർട്ടി സോൾ പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ അയൺ ചെയ്യാൻ പാടുള്ളൂ.
വസ്ത്രങ്ങൾ സോൾ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കുന്നു അയൺ ചെയ്യുന്ന സമയത്ത്. എക്സസീവ് സ്റ്റാർച്ച് ഇൻ ക്ലോത്ത്സ്. അപ്പോൾ സ്റ്റാർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി. തെർമോസ്റ്റാറ്റിന്റെ സെറ്റിങ്സ് തെറ്റായിട്ടാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറിൽ വ്യതിയാനമായിരിക്കും. കൂടുകയോ കുറയുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് നോബ് സെറ്റ് ചെയ്ത് വെക്കുക. അയണിന്റെ അമിത ചൂടുണ്ടാകുന്നെങ്കിൽ സെറ്റിങ് ലോവർ ചെയ്ത് വെക്കേണ്ടതാണ്. അയൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യേണ്ടതാണ് അയൺ. ഇലക്ട്രിക് അയൺ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അതിൻ്റെ പവർ റേറ്റിംഗ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കറണ്ട് വളരെ കൂടുതൽ വരുന്ന ഒരു ഉപകരണമാണ്. ഷോക്കുണ്ടായാൽ നമുക്ക് നല്ല രീതിയിൽ അത് ബാധിക്കും. അതിനാൽ ഇലക്ട്രിക് അയണിൻ്റെ ബാക്കിലെ എർത്ത് കണക്ഷൻ വിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളത് വളരെയധികം ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മെയിൻ എർത്ത് കണക്ഷനും കണ്ടിന്യൂറ്റി നോക്കിയിട്ട് തകരാറുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അയൺ ഓൺ ചെയ്യുമ്പോൾ ഫ്യൂസ് പോകുന്നുവെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് തകരാറ് മൂലമായിരിക്കും. അതിൻ്റെ ഫേസ് ന്യൂട്രൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി നമ്മൾ ആ ഫോൾട്ട് പരിഹരിക്കേണ്ടതാണ്. ഇലക്ട്രിക് അയൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആൾവേസ് പ്ലേസ് ഇറ്റ് ഓൺ ആൻ അയണിംഗ് ബോർഡ്. ഒരു അയണിംഗ് ബോർഡിൽ വയ്ക്കുക. ആൾവേസ് യൂസ് ആൻ ഇലക്ട്രിക് അയൺ ബോക്സ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് പർപ്പസ്. നമ്മൾ വസ്ത്രങ്ങൾ ഇസ്തിരിയിടാനാണ് അയൺ ഉപയോഗിക്കുന്നത്, അതിന് മാത്രം അയൺ ഉപയോഗിക്കുക. The cord should be kept far from hot surfaces. കോഡ് വയറ് ചൂട് സോൾ പ്ലേറ്റിൽ തട്ടാതെ വളരെയധികം ശ്രദ്ധിക്കുക. കോഡ് വയറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ലോ വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക. കുട്ടികളുടെ അടുത്തു നിന്ന് അയൺ മാറ്റി വയ്ക്കുക. പ്രോപ്പറായി എർത്ത് ചെയ്യുക. ഇവയൊക്കെയാണ് നമ്മൾ അയൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇലക്ട്രിക് അയൺ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ ഹീറ്റർ എന്ന ഹീറ്റിംഗ് അപ്ലയൻസിനെ കുറിച്ചാണ്. പേര് പോലെ തന്നെ വാട്ടർ ഹീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഹീറ്റ് വാട്ടർ ഫോർ ബാത്ത് ആൻഡ് അതർ പർപ്പസസ്. നമുക്ക് കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായുള്ള ചൂടുവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുന്നത്. Domestically, water is traditionally heated in vessel like kettle, pots, etc. നമ്മൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ കെറ്റിലോ പോട്ടോ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ചൂടായി കിട്ടുന്നു. നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ഫ്ലോ അതിൽ നിന്ന് കിട്ടുന്നില്ല. These metal vessels that heat water do not produce a continual supply of heated water at a preset ടെമ്പറേച്ചർ. അപ്പം ഒരു ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ചൂടിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ഫ്ലോ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്ലയൻസസ് ദാറ്റ് പ്രൊവൈഡ് എ കണ്ടിന്യൂൽ സപ്ലൈ ഓഫ് ഹോട്ട് വാട്ടർ ആർ കാൾഡ് വാട്ടർ ഹീറ്റേഴ്സ്. വാട്ടർ ഹീറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധയോടെ നോക്കുക. ലീക്കില്ലാതെ കട്ടിയുള്ള ചെമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹീറ്ററിന്റെ ഇന്നർ ടാങ്കിനും അയൺ, സ്റ്റീൽ അല്ലെങ്കിൽ ഫൈബർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഔട്ടർ കേസിനുമിടയിൽ ഹീറ്റ് ഇൻസുലേറ്ററായി ഗ്ലാസ് വൂൾ അല്ലെങ്കിൽ പോളിയൂർത്തീൻ ഫോം നിറച്ചിരിക്കുന്നു. തന്മൂലം താപം പുറത്തേക്ക് കടക്കുന്നില്ല. ഇന്നർ ടാങ്കിന്റെ അടിഭാഗത്തായി റബ്ബർ പാക്കിംഗ് വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്ന ഡോർ പ്ലേറ്റിൽ തെർമോസ്റ്റാറ്റ്, ഹീറ്റിംഗ് എലമെന്റ് ഇവ ഉറപ്പിക്കാനുള്ള പൈപ്പുകളും ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ അയൺ പഠിച്ചപ്പോൾ വിശദമായി അത് പഠിച്ചതാണ്. ഹീറ്റിംഗ് എലമെന്റ് നിക്രോം കൊണ്ട് നിർമ്മിച്ചതാണ്. നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അലോയിയാണ് നിക്രോം. 1000 മുതൽ 3000 വാട്ട് വരെ പവർ റേറ്റിംഗ് ഉള്ള ഹീറ്റിംഗ് എലമെന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എലമെന്റ് പൈപ്പിനകത്ത് ഉറപ്പിക്കുന്നവയും ഇന്നർ ടാങ്കിൽ നേരിട്ട് പാക്കിംഗ് വഴി ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നവയുമുണ്ട്.
പൈപ്പിന് അകത്ത് ഉറപ്പിക്കുന്നവ എളുപ്പം നമുക്ക് അഴിച്ചു മാറ്റാവുന്നതാണ്. ഹീറ്റർ ഇൻലെറ്റിൽ പ്രഷർ റിലീസ് വാൽവ് ഘടിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. തെർമോസ്റ്റാറ്റ് തകരാറ് മൂലം ഹീറ്റർ ഓഫ് ആകാതെ ജലം കൂടുതൽ ചൂടായി നീരാവിയായി പ്രഷർ കൂടി പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനായി പ്രഷർ റിലീസ് വാൽവ് തുറക്കേണ്ടതാണ്. ഇന്നർ ടാങ്ക് ഉള്ളിലേക്ക് കോൺട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രഷർ കം വാക്വം റിലീസ് വാൽവ് ഉപയോഗിക്കുന്നു. ഈ വാൽവ് ഉള്ളിലേക്ക് തുറന്ന് വായുവിനെ കടത്തിവിടുന്നു. ഹീറ്റർ അഴിച്ചെടുക്കാനായി ഗേറ്റ് വാൽവ് അടച്ച് ഡ്രെയിൻ പ്ലഗ് തുറന്ന് ജലം പൂർണ്ണമായും പുറത്തെടുക്കേണ്ടതാണ്. തെർമോസ്റ്റാറ്റിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ മറ്റൊരു സേഫ്റ്റി ഡിവൈസായ തെർമൽ കട്ടൗട്ട് ഹീറ്ററിലെ സപ്ലൈ ഓഫ് ചെയ്യുന്നു. അപ്പം തെർമോസ്റ്റാറ്റ് തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായാണ് നമ്മൾ തെർമൽ കട്ടൗട്ട് ഉപയോഗിക്കുന്നത്. സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് തെർമോസ്റ്റാറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തും. The inner tank of heater is made of hard and thick copper and outer case is made of iron sheet or fiber. Between these a heat insulator is filled. ഈ ഹീറ്റ് ഇൻസുലേറ്റർ ഫില്ല് ചെയ്തിരിക്കുന്നത് ചൂട് പുറത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Door plate is fitted at the bottom of the inner tank with rubber packing above it. Sheets for thermostat and heating element and inlet outlet pipe are connected to the door plate. Thermostat which is fitted inside the sheet is operated by the expansion of metals when heated. അപ്പോൾ തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചറിനെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തെർമോസ്റ്റാറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആ ചൂട് എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടെമ്പറേച്ചറിനെ അത് നിയന്ത്രിക്കുന്നു. By opening the cover below the heater, screw at the bottom of the thermostat can be adjusted for the required temperature of water. നമുക്ക് ആവശ്യത്തിന് ടെമ്പറേച്ചർ തെർമോസ്റ്റാറ്റിന്റെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. വാട്ടർ ഹീറ്ററിനും പവർ റേറ്റിംഗ് വളരെ കൂടിയ ഒരു ഉപകരണമാണ്. 1000 വാട്ട് മുതൽ 3000 വാട്ട് വരെ കപ്പാസിറ്റിയുള്ള ഹീറ്റിംഗ് എലമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം വോൾട്ടേജ് കുറഞ്ഞ സമയങ്ങളിൽ ഇവ ഓൺ ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് കറണ്ട് ചാർജ് കൂടുന്നതോടൊപ്പം തന്നെ കോയിലിന് തകരാറ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രഷർ റിലീസ് വാൽവ് ഈസ് കണക്റ്റഡ് ടു ദ വാട്ടർ ഇൻലെറ്റ് പൈപ്പ്. തെർമോസ്റ്റാറ്റിന് എന്തെങ്കിലും തകരാറ് ഉണ്ടായി തെർമോസ്റ്റാറ്റ് പ്രോപ്പറായി വർക്ക് ചെയ്യാതിരുന്നാൽ ജലം അമിതമായി ചൂടായി നീരാവി ഉണ്ടാകാനിടയാകുകയും ഇത് ഒഴിവാക്കാനായിട്ട് തെർമൽ കട്ടൗട്ട് സഹായിക്കുകയും ചെയ്യും. തെർമൽ കട്ടൗട്ട് സപ്ലൈ കട്ട് ചെയ്തിട്ട് ഈ അപകടത്തിൽ നിന്നും ഹീറ്ററിനെ രക്ഷിക്കും. ഇനി നമുക്ക് ഇതിന് വരാവുന്ന തകരാറുകൾ, അതിന്റെ കാരണങ്ങൾ, ഇവയുടെ പരിഹാരങ്ങൾ, ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് നോക്കാം. ഹീറ്റർ പ്രവർത്തിക്കുന്നില്ല. കോസസ് എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ? നോ പവർ സപ്ലൈ ഇൻ പ്ലഗ്, ഡിഫക്റ്റ് ഇൻ കോഡ് വയർ, ഡിഫക്റ്റ് ഇൻ തെർമൽ കട്ടൗട്ട് ഓർ തെർമോസ്റ്റാറ്റ്, ഡിഫക്റ്റ് ഇൻ ഹീറ്റിംഗ് എലമെന്റ്. നോ പവർ സപ്ലൈ ഇൻ പ്ലഗിലേക്ക് സപ്ലൈ കണക്ഷൻ വരുന്നില്ല, കോഡ് വയർ തകരാറ്, തെർമൽ കട്ടൗട്ട് തകരാറ്, തെർമോസ്റ്റാറ്റിന്റെ തകരാറ്, ഹീറ്റിംഗ് എലമെന്റ് തകരാറ്. ഇത്രയും കാരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഹീറ്റർ പ്രവർത്തിക്കുകയില്ല. നമ്മൾ എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് കേടായ ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യുക, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, പരിഹാരം കണ്ടെത്തുക. വാട്ടർ ഈസ് നോട്ട് ഹീറ്റിംഗ് വെൽ ആൻഡ് ഇൻഡിക്കേറ്റർ ഗ്ലോസ് കണ്ടിന്യൂസ്ലി. വെള്ളം നന്നായി ചൂടായി കിട്ടുന്നില്ല, ഹീറ്റർ ഓൺ ആയി കിടക്കുന്നു, ഇൻഡിക്കേറ്റർ കത്തി കിടക്കുന്നു. ഇഫ് ദ കറണ്ട് ഡ്രോൺ ബൈ ദ എലമെന്റ് ഈസ് ലോ, ഇറ്റ് ഈസ് വീക്ക്. എലമെന്റ് വീക്കായി ഇരിക്കുന്നു, അതായത് എടുക്കുന്ന കറണ്ട് കുറച്ച് കറണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ, എലമെന്റ് തകരാറുണ്ടായിരിക്കുന്നു, എലമെന്റ് റീപ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ ട്രബിൾ, ഇൻഡിക്കേറ്റർ ഗോസ് ഓഫ് ബിഫോർ വാട്ടർ ഈസ് ഹീറ്റിംഗ് വെൽ. തെർമോസ്റ്റാറ്റ് ഈസ് കട്ടിംഗ് ഓഫ്. ഇൻഡിക്കേറ്റർ ഗോസ് ഓഫ് ബിഫോർ വാട്ടർ ഈസ് ഹീറ്റ്. അപ്പൊ നന്നായി ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റർ
അണയുന്നു. തെർമോസ്റ്റാറ്റ് ഈസ് കട്ടിങ് ഓഫ്. ഹയർ ടെമ്പറേച്ചർ പൊസിഷനിലേക്ക് നമ്മൾ തെർമോസ്റ്റാറ്റിനെ സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത ട്രബിൾ, ഹൈ പ്രഷർ സ്റ്റീം ഫോഴ്സസ് ഔട്ട് ഓപ്പണിംഗ് ദ പ്രഷർ റിലീസ് വാൽവ്. പ്രഷർ റിലീസ് വാൽവ് ഓപ്പൺ ആയിട്ട് ഹൈ പ്രഷർ സ്റ്റീം പുറത്തേക്ക് വരുന്നു. തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആകാത്തത് കൊണ്ടാണ് വാട്ടർ ചേഞ്ചസ് ടു ഹൈ പ്രഷർ സ്റ്റീം. വെള്ളം നീരാവിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. തെർമോസ്റ്റാറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. വാട്ടർ ലീക്ക് ത്രൂ ഇന്നർ ടാങ്ക്. ഇന്നർ ടാങ്ക് വഴി വെള്ളം ലീക്ക് ചെയ്യുന്നു. അവിടെ പാക്കിംഗ് എലമെന്റിന്റെ തകരാറ് മൂലം അങ്ങനെ ഉണ്ടാകാം. ഡോർ പ്ലേറ്റ് പാക്കിംഗ്, എലമെന്റ് ഷീറ്റ്, തെർമോസ്റ്റാറ്റ് ഷീറ്റ് ഇവയൊക്കെ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യുക. ദർ ഇസ് ഇലക്ട്രിക് ഷോക്ക് ഓൺ ഹീറ്റർ ബോഡി. ഏത് ഉപകരണമായാലും ഷോക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇംപ്രോപ്പർ എർത്തിങ് ആണ്. ഉപകരണത്തിന്റെ എർത്ത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. മെയിൻ എർത്ത് പ്രശ്നമുണ്ടോ എന്ന് കണ്ടിന്യൂറ്റി നോക്കി പരിഹരിക്കുക. പരിഹരിച്ച് സൊല്യൂഷൻ കണ്ടെത്തുക. വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ടർ ഹീറ്റർ പ്രോപ്പറായി എർത്ത് ചെയ്യുക. അത് ഏത് ഉപകരണമായാലും പ്രോപ്പർ എർത്തിങ്. പവർ റേറ്റിംഗ് കൂടിയ ഉപകരണങ്ങൾക്കെല്ലാം പ്രോപ്പർ എർത്തിങ് വളരെയധികം നിർബന്ധമാണ്. അതിൽ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ അമിതമാകാതെ വളരെയധികം ശ്രദ്ധിക്കുക. വാട്ടർ ഹീറ്ററിൽ ഹാർഡ് വാട്ടർ വരികയാണെന്നുണ്ടെങ്കിൽ, ഹാർഡ് വാട്ടർ വന്നു കഴിഞ്ഞാൽ ഹീറ്ററിന്റെ എഫിഷ്യൻസി കുറയുകയും ഹീറ്റർ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഹീറ്ററിൻ്റെ അടുത്ത് കമ്പസ്റ്റബിൾ, തീപിടുത്തം ഉണ്ടാകുന്ന വസ്തുക്കളൊന്നും വരാതിരിക്കുക. ഹീറ്ററിനെ ലോ വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക. ലോ വോൾട്ടേജിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റർ തകരാറുണ്ടാകും, കോയിൽ കത്തിപ്പോകാനും ഇടയാകും. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ പഠിച്ച ഓർഡിനറി അയണും ഓട്ടോമാറ്റിക് അയണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, അവയുടെ കൺസ്ട്രക്ഷൻ, ഇവയ്ക്ക് വരാവുന്ന തകരാറുകൾ, പരിഹാരങ്ങൾ, ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാട്ടർ ഹീറ്ററിൻ്റെ പ്രവർത്തനം, വാട്ടർ ഹീറ്ററിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട്, പ്രിക്കോഷൻസ്, ഇവയെല്ലാം നിങ്ങൾ നന്നായി പഠിക്കുക. ഇതിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.